നമസ്കാരം, KCN ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തിരുവനന്തപുരം ലോ അക്കാദമി വിഷയത്തിൽ സർക്കാർ ഒളിച്ചു കളിക്കുകയാണെന്ന് PSP നേതാക്കൾ. സെക്രട്ടേറിയറ്റ് പടിക്കൽ ഉപവാസ സമരം സംഘടിപ്പിക്കുമെന്നും നേതാക്കൾ. ചൗക്കി ഉളിയത്തടക്ക റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന ആവശ്യം. മുസ്ലിം ലീഗ് ചൗക്കി സമിതി PWD ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ സംഘടിപ്പിക്കുന്ന ദക്ഷിണേന്ത്യൻ സാംസ്കാരികോത്സവം കാസർഗോഡ്. ഫെബ്രുവരി 9 കാസർഗോഡ് ടൗൺ ഹാളിൽ പരിപാടിക്ക് തുടക്കമാകും. പൈപ്പ് ലൈൻ സ്ഥാപിക്കാൻ റോഡ് പൊളിച്ചിട്ട് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും നന്നാക്കിയില്ല. കുമ്പള വാട്ടർ അതോറിറ്റി ഓഫീസിന് മുന്നിൽ ശക്തമായ സമരം സംഘടിപ്പിക്കുമെന്ന് മുന്നറിയിപ്പുമായി നാട്ടുകാർ. വിദ്യാലയ ആരോഗ്യ പദ്ധതിയുമായി സംസ്ഥാന ഹോമിയോ വകുപ്പ്. ഒപ്പിലിക്കൈ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പദ്ധതിക്ക് തുടക്കമായി. വാർത്തകൾ വിശദമായി. തിരുവനന്തപുരത്തെ ലോ അക്കാദമി വിഷയത്തിൽ സർക്കാർ ഒളിച്ചു കളിക്കുകയാണെന്ന് PSP നേതാക്കൾ. ലോ കോളേജ് വിഷയത്തിലെ സർക്കാരിന്റെ നിലപാടിൽ പ്രതിഷേധിച്ച് ഫെബ്രുവരി 20 സെക്രട്ടേറിയറ്റ് പടിക്കൽ ഉപവാസ സമരം സംഘടിപ്പിക്കുമെന്ന് നേതാക്കൾ. പട്ടംതാണു മന്ത്രിസഭയിൽ ധനകാര്യമന്ത്രിയായിരുന്ന PS നടരാജൻ പിള്ളയെ അപമാനിച്ച മുഖ്യമന്ത്രിയുടെ നടപടി ദൗർഭാഗ്യകരമെന്ന് PSP നേതാക്കൾ പറഞ്ഞു. തിരുവനന്തപുരത്തെ ലോ അക്കാദമി വിഷയത്തിൽ സർക്കാർ ഒളിച്ചുകളി നടത്തുകയാണെന്നും PSP നേതാക്കൾ ആരോപിച്ചു. ഇതിപ്പോ കേരളത്തിലെ ജനങ്ങൾക്ക് ഇതെല്ലാം കാര്യമായിട്ട് അറിയാവുന്നതാണ്. അപ്പോൾ പറയുന്നതിന് ചില ഉടന്ത ന്യായങ്ങളും മുട്ടുന്യായങ്ങളും ഒക്കെ പറയാറുണ്ട്. പക്ഷെ ഇതിനൊക്കെ എന്താണ് പറയുന്നത്? ഇത് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം. കേരളത്തിലെ ഒരു ലോ കോളേജ് നടക്കുന്ന സമരത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥിനികൾ അവർക്ക് അനുഭവിക്കേണ്ടി വന്ന വളരെ ഹൃദയഭേദകമായ, നമുക്കൊക്കെ മക്കളും സഹോദരിമാരും എല്ലാം ഉള്ളതാണ്, അവർക്ക് പോലും അനുഭവിക്കുന്ന അങ്ങനെ പോലും കാഴ്ച കാണാൻ പാടില്ലാത്ത ഒരു നിലയിലേക്ക് വന്നിട്ട് പോലും ഒരു അരങ്ങാപ്പാറ നയമാണ് ഗവൺമെന്റ് സ്വീകരിക്കുന്നത്. ജില്ലയിലെ മെമ്പർഷിപ്പ് വിതരണോദ്ഘാടനത്തോടനുബന്ധിച്ചുള്ള യോഗത്തിനു ശേഷം കാഞ്ഞങ്ങാട്ട് നടത്തിയ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു PSP നേതാക്കൾ. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന സമിതി അംഗം VD ബിൻഡോ, ജില്ലാ ചെയർമാൻ T കുഞ്ഞിരാമൻ, സെക്രട്ടറി ഓമനക്കുട്ടൻ, കാഞ്ഞങ്ങാട് മണ്ഡലം പ്രസിഡന്റ് ഗോപാലകൃഷ്ണൻ, സെക്രട്ടറി കൃഷ്ണനുണ്ണി, ജയന്തി മഞ്ചേശ്വരം തുടങ്ങിയവർ സംസാരിച്ചു. വർഷങ്ങളായി അറ്റകുറ്റപ്പണികൾ നടത്താത്ത ചൗക്കി ഉളിയത്തടക്ക റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം ലീഗ് ചൗക്കി സമിതിയുടെ നേതൃത്വത്തിൽ ധർണ സംഘടിപ്പിച്ചു. PWD ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ മൊഗ്രാൽ പുത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് A ജലീൽ ഉദ്ഘാടനം ചെയ്തു. 3 വർഷമായി അറ്റകുറ്റപ്പണികൾ നടത്താതെ ശോചനീയാവസ്ഥയിലുള്ള ചൗക്കി ഉളിയത്തടക്ക റോഡ് നവീകരിക്കണമെന്നാവശ്യപ്പെട്ടാണ് മുസ്ലിം ലീഗ് ചൗക്കി സമിതി PWD ഓഫീസിന് മുന്നിൽ ധർണ നടത്തിയത്. ധർണ മൊഗ്രാൽ പുത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് A ജലീൽ ഉദ്ഘാടനം ചെയ്തു. ജനാധിപത്യ ഗവൺമെന്റ് വന്നതിന് ശേഷം ആദ്യമായി കാസർഗോഡ് മണ്ഡലത്തിലേക്ക് റോഡിന്റെ വികസനത്തിന് വേണ്ടി 6 കോടി ഉറപ്പിക അനുവദിച്ച ഒരു സാഹചര്യമുണ്ടായി. ഏകദേശം 1.5 മാസങ്ങൾക്ക് മുമ്പാണ് ഈ പൈസ, ഈ ഫണ്ട് കാസർഗോഡ് നിയോജക മണ്ഡലം MLA എന്ന നിലയിൽ എന്നെ നെല്ലിക്കുന്നിന് അനുവദിച്ചു കിട്ടിയത്. അതിൽ നിന്ന് ആദ്യമായി അദ്ദേഹം പ്രയോറിറ്റി കൊടുത്തത് ചൗക്കി ഉളിയത്തടക്ക റോഡിന്റെ ചൗക്കി മുതൽ ചൗക്കി ജംഗ്ഷൻ വരെയുള്ള റോഡിലേക്ക് 1 കോടി രൂപയുടെ കടം കാര്യങ്ങളുടെ നിർദ്ദേശമാണ് ബഹുമാനപ്പെട്ട MLA കൊടുത്തിട്ടുള്ളത്. അതിനു മുമ്പായി തന്നെ അതിന്റെ പാച്ച് വർക്കുകൾ, അറ്റകുറ്റപ്പണികൾ ചെയ്യണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. റോഡിന്റെ ശോചനീയാവസ്ഥ ഉടൻ പരിഹരിക്കണമെന്നും അല്ലാത്തപക്ഷം ശക്തമായ സമരമാർഗങ്ങൾ സ്വീകരിക്കുമെന്നും സമരക്കാർ മുന്നറിയിപ്പ് നൽകി. പരിപാടിയിൽ സത്താർ അധ്യക്ഷത വഹിച്ചു. ഏരിയാൽ മുഹമ്മദ് കുഞ്ഞി, SP സലാവുദ്ദീൻ, KA അബ്ദുള്ള കുഞ്ഞി, AP അനീഫ, MM ഹസീസ്, ഹസൈനാർ ചൗക്കി, അഷറഫ് ചൗക്കി തുടങ്ങി നിരവധി പേർ ധർണയിൽ പങ്കെടുത്തു. കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ ദക്ഷിണേന്ത്യൻ സാംസ്കാരികോത്സവം സംഘടിപ്പിക്കും. ഫെബ്രുവരി 9 മുതൽ 11 വരെ കാസർഗോഡ് ടൗൺ ഹാളിൽ നടക്കുന്ന സാംസ്കാരികോത്സവം റവന്യൂ മന്ത്രി E ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്യും. ജനസംസ്കൃതി എന്ന പേരിലുള്ള ദക്ഷിണേന്ത്യൻ സാംസ്കാരികോത്സവം സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ കാസർഗോഡ് ടൗൺ ഹാളിൽ നടക്കും. എന്നെ നെല്ലിക്കുന്ന MLAയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന യോഗം റവന്യൂ മന്ത്രി E ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഈ സാംസ്കാരികോത്സവം 9, 10, 11 തീയതികളിൽ കാസർഗോഡ് നടക്കുന്നത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ വിവിധ ഭാഷകളിലെ സാംസ്കാരിക നായകന്മാരും കലാകാരന്മാരും സാഹിത്യകാരന്മാരും കവികളും എല്ലാം തന്നെ ഇവിടെ സമ്മേളിക്കുകയും അവരുടെ സാഹിത്യ സൃഷ്ടികൾ ജനങ്ങൾക്ക് ലഭിക്കുന്ന നിലയിലുള്ള ആവിഷ്കാരവും ഒക്കെ തന്നെ ഇവിടെ നടക്കാൻ വേണ്ടി പോകും.
സാംസ്കാരികോത്സവത്തിന്റെ ഭാഗമായി നടക്കുന്ന കവി സമ്മേളനം ഏഴാച്ചേരി രാമചന്ദ്രന്റെ അധ്യക്ഷതയിൽ 2016 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവും പ്രശസ്ത കവിയുമായ പ്രഭാവർമ്മ ഉദ്ഘാടനം ചെയ്യും. സാംസ്കാരികോത്സവത്തിന്റെ ഭാഗമായി ആദരിക്കൽ ചടങ്ങും സംഘടിപ്പിക്കും. വാർത്താ സമ്മേളനത്തിൽ പി അപ്പുക്കുട്ടൻ, എൻ എ നെല്ലിക്കുന്ന് MLA, നാരായണൻ പേരിയ, ലൈബ്രറി കൗൺസിൽ ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. പൈപ്പ് ലൈൻ സ്ഥാപിക്കാൻ റോഡ് പൊളിച്ചിട്ട് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും നന്നാക്കിയില്ല. വാട്ടർ അതോറിറ്റി ഡിപ്പാർട്ട്മെന്റിനെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ. മഞ്ചേശ്വരം ബഡാജി മാലിംഗേശ്വര റോഡിലൂടെ യാത്ര ചെയ്യുന്നവർക്കാണ് വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥ മൂലം ദുരിതമനുഭവിക്കേണ്ടി വരുന്നത്. റോഡിനടിയിൽ കൂടി കടന്നുപോകുന്ന പഴയ പൈപ്പ് ലൈൻ മാറ്റി പുതിയത് സ്ഥാപിക്കാനാണ് റോഡിന് കുറുകെ പൊളിച്ചു മാറ്റിയത്. എന്നാൽ പൈപ്പ് സ്ഥാപിക്കാനോ പൊളിച്ചു മാറ്റിയ റോഡ് നവീകരിക്കുവാനോ അധികൃതർ തയ്യാറായില്ല. 2 ആഴ്ച കഴിഞ്ഞിട്ടും റോഡ് നന്നാക്കാത്തതിൽ പ്രദേശവാസികളും ഡ്രൈവർമാരും പ്രതിഷേധത്തിലാണ്. ഇത് പൊളിച്ചിട്ട് ഇട്ടിട്ട് തണ്ണിൻ്റെ പൈപ്പ് പോകാൻ വേണ്ടിയിട്ടാണ് പൊളിച്ചത്. 2 ദിവസം പണിയെടുത്തിട്ട് പിന്നെ പണിയെടുക്കാതെ ഇരുന്ന് പിന്നെ കുറേ ദിവസമായി ഇപ്പോൾ ഇങ്ങനെ കളിച്ചിട്ട് വെച്ചിട്ട് പോയിട്ട് ഫോൺ ചെയ്യുമ്പോൾ ഞാൻ സ്ഥലത്തില്ല എന്ന് പറയുന്നു. ആയതുകൊണ്ട് പൈപ്പ് ഇത് വെള്ളമൊന്നും വരുന്നില്ല. വെറുതെ ഇത് ഇട്ടിട്ട് ഇങ്ങനെ മനുഷ്യന്മാരെ ബുദ്ധിമുട്ടാക്കിയിട്ട് വെച്ചിട്ട് കുറേ ദിവസമായി. ആയതുകൊണ്ട് സംബന്ധപ്പെട്ട ആൾ ഇതിനു വേണ്ടി നടപടി എടുക്കണം. പ്രശ്നത്തിന് ഉടൻ പരിഹാരം കണ്ടില്ലെങ്കിൽ വാട്ടർ അതോറിറ്റിയുടെ കുമ്പള ഓഫീസിന് മുന്നിൽ സമരം നടത്തുമെന്നാണ് നാട്ടുകാരുടെ മുന്നറിയിപ്പ്. വിദ്യാലയ ആരോഗ്യ പദ്ധതിയുമായി സംസ്ഥാന ഹോമിയോ വകുപ്പ്. ജില്ലയിൽ ഒരു വിദ്യാലയത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഉപ്പിലിക്കൈ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സെമിനാറോടെ പദ്ധതിക്ക് തുടക്കമായി. വിദ്യാഭ്യാസ കാലയളവിൽ ഒരു കുട്ടിയുടെ ശാരീരിക മാനസിക വളർച്ച അതിവേഗത്തിലാണ്. ശാരീരികമായി മാത്രമല്ല മാനസികമായും പോഷണ ഘടകങ്ങൾ മതിയായ രീതിയിൽ ലഭിക്കേണ്ട കാലഘട്ടം കൂടിയാണിത്. അത് നടക്കാത്തപ്പോഴാണ് ശാരീരിക മാനസിക വളർച്ച മന്ദീഭവിച്ച് രോഗമായും വ്യക്തിത്വ വൈകല്യമായും പഠന വൈകല്യമായും കാണപ്പെടുന്നത്. കൃത്യമായ ഹോമിയോ ചികിത്സ കൊണ്ട് ഇന്നും പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമമാണ് സ്കൂൾ ആരോഗ്യ പദ്ധതിയിലൂടെ സംസ്ഥാന ഹോമിയോപ്പതി നടത്താൻ പോകുന്നത്. ഉപ്പിലിക്കൈ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളാണ് ജില്ലയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥാപനം. പദ്ധതിയുടെ ഭാഗമായി വിദ്യാർത്ഥികളുടെ ബൗദ്ധിക മാനസിക വികസനം ഹോമിയോപ്പതിയിലൂടെ എന്ന വിഷയത്തിൽ നടന്ന സെമിനാർ കാഞ്ഞങ്ങാട് നഗരസഭാ പൊതുമരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷ TV ഭാഗീരഥി ഉദ്ഘാടനം ചെയ്തു. കുട്ടികളുടെ മാനസിക, ശാരീരിക അല്ലെങ്കിൽ ബൗദ്ധിക വികാസങ്ങൾക്ക് വേണ്ടി ഹോമിയോപ്പതിയിലും ഇത്തരം നൂതനമായ പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നതുകൊണ്ടും ഈ സമയം, ഈ കാലം അർഹിക്കുന്ന ഏറ്റവും ഈ സമയത്ത് അനുയോജ്യമായ ഒരു പരിപാടിയാണ്. സ്കൂൾ PTA പ്രസിഡന്റ് M സുരേശൻ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ മാനേജിംഗ് കമ്മിറ്റി ചെയർമാൻ K രവീന്ദ്രൻ, ജില്ലാ ഹോമിയോ ആശുപത്രി സീനിയർ സൂപ്രണ്ട് MM നിസാർ, സ്കൂൾ സ്റ്റാഫ് സെക്രട്ടറി രാജീവൻ, മദർ PTA പ്രസിഡന്റ് ജയശ്രീ എന്നിവർ സംസാരിച്ചു. പ്രധാനാധ്യാപകൻ PT വിജയൻ സ്വാഗതവും ജില്ലാ ഹോമിയോ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ V സുലേഖ നന്ദിയും പറഞ്ഞു. വിദ്യാർത്ഥികളുടെ സ്വാഭാവിക കഴിവുകൾ അതിൻ്റെ പരിപൂർണതയിലെത്തിക്കുവാൻ ലക്ഷ്യമിട്ട് സംസ്ഥാന ഹോമിയോ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി സംസ്ഥാനത്തെ എല്ലാ ജില്ലയിലും ഓരോ സ്കൂളിലും നടപ്പിലാക്കാനാണ് നാഷണൽ ആയുഷ് മിഷൻ തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജില്ലയിൽ ഉപ്പിലിക്കൈ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പദ്ധതി നടപ്പിലാക്കിയത്. പട്ടികജാതി ക്ഷേമ സമിതിയുടെ ജില്ലാ പഠന ക്ലാസ് സമാപിച്ചു. കാലിക്കടവിലെ C കൃഷ്ണൻ നായർ സ്മാരക മന്ദിരത്തിലാണ് ക്ലാസ് നടന്നത്. CPM ജില്ലാ സെക്രട്ടറി അംഗമായ TV ഗോവിന്ദൻ പട്ടികജാതി ക്ഷേമ സമിതി ജില്ലാ പഠന ക്ലാസ് ഉദ്ഘാടനം ചെയ്തു. പത്തനംതിട്ട ജില്ലയിലെ അടിച്ചിപ്പുഴ കോളനിയിൽ സ്വന്തം അച്ഛൻ്റെ കുഞ്ഞിനെ പ്രസവിച്ച മകൾ താമസിക്കുന്ന പത്തനംതിട്ട ജില്ലയിലെ അടിച്ചിപ്പുഴ കോളനി ഞങ്ങളുടെ ജില്ലയിലാണ്. അടിച്ചിപ്പുഴ അവരുടെ ജീവിതാവസ്ഥ അത്രയ്ക്ക് പരിതാപകരമാണ്. പട്ടികവർഗക്കാർ ഇവിടുത്തെ എനിക്കറിയില്ല, എന്തായാലും നമ്മളെക്കാൾ വളരെ മോശപ്പെട്ട അവസ്ഥയിൽ ജീവിക്കുന്ന ജനവിഭാഗമാണ് പട്ടികവർഗക്കാർ. അവരെയൊക്കെ കുറച്ചുകൂടെ മെച്ചപ്പെട്ട അവസ്ഥയാണ് പട്ടികജാതിക്കാരുടെ അവസ്ഥ. പക്ഷേ ഇന്ത്യയിലെ മറ്റു മൊത്തം ജനങ്ങളുടെ അവസ്ഥ നോക്കുമ്പോൾ നമ്മളുടെ അവസ്ഥ ഇന്നും മോശമാണ്. നമ്മൾ ഈ പറയുമ്പോഴെല്ലാം നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. നമ്മൾ മലയാളികൾ, കേരളീയർ പട്ടികജാതിക്കാരെന്നോ പട്ടികവർഗക്കാരെന്നോ പറയുമ്പോൾ ഇന്ത്യയുമായി താരതമ്യം നമ്മളെ ചെയ്യാൻ കഴിയത്തില്ല. നമ്മളതിലൊക്കെ ഫാർ ബെറ്ററാണ് നമ്മുടെ കേരളത്തിലെ ജനങ്ങളുടെ അവസ്ഥ. സമിതിയുടെ ജില്ലാ പ്രസിഡന്റ് HK ദാമോദരൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി കൊട്ര വാസുദേവ, സംസ്ഥാന കമ്മിറ്റി അംഗം P ശ്യാമള എന്നിവർ സംസാരിച്ചു. വിവിധ വിഷയങ്ങളിൽ രാജേഷ് K എരുമേലി, അഡ്വക്കേറ്റ് CT വിനോദ്, കൊട്ര വാസുദേവ് എന്നിവർ ക്ലാസ് എടുത്തു. AK ശശികുമാർ, K ഗോപി, K സുരേഷ് ബാബു, K രാമചന്ദ്രൻ മാസ്റ്റർ, എളാട്ട് കൃഷ്ണൻ, ചന്ദ്രൻ കൈക്കോൽ, M ശാന്ത, A ആനന്ദ്, MV ചന്ദ്രൻ എന്നിവരും സംബന്ധിച്ചു. ഇന്റർനെറ്റിന്റെ ദുരുപയോഗം കുട്ടികളെ മോശം കൂട്ടുകെട്ടുകളിലേക്ക് എത്തിക്കുന്നുവെന്ന് ഹോസ്ദുർഗ് സർക്കിൾ ഇൻസ്പെക്ടർ CK സുനിൽകുമാർ.
കാഞ്ഞങ്ങാട് നഗരസഭയിലെ അത്തിക്കോത്ത് വാർഡിൽ സമാധാന കമ്മിറ്റി രൂപീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഹോസ്ദുർഗ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ രാഷ്ട്രീയവും സാമുദായികവുമായ സംഘർഷങ്ങൾ ഇല്ലാതാക്കുന്നതിനുള്ള നടപടികൾ തുടങ്ങി. ഹോസ്ദുർഗ് പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള 9-ാം വാർഡിലെ അത്തിക്കോത്ത് സമാധാന കമ്മിറ്റി യോഗം ചേർന്നു. MGLC സ്കൂളിൽ ചേർന്ന സമാധാന കമ്മിറ്റി രൂപീകരണ യോഗം ഹോസ്ദുർഗ് സർക്കിൾ ഇൻസ്പെക്ടർ CK സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. 9-ാം വാർഡിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പോലും പോലീസിന്റെ സാന്നിധ്യം ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് കൂടിയാലോചിക്കുവാനും അതിന് ശാശ്വതമായ ഒരു പരിഹാരം നിങ്ങളിൽ തന്നെ ഉണ്ടാക്കുക എന്നുള്ളൊരു ഉദ്ദേശമാണ് ഞങ്ങൾക്കിതിലുള്ളത്. കാരണം മറ്റ് സമാധാന കമ്മിറ്റികളാകുമ്പോൾ ഓരോ പ്രദേശത്തെയും മൈന്യൂട്ടായ സൂക്ഷ്മമായ പ്രശ്നങ്ങൾ അവിടെ സംസാരിക്കുവാനോ അല്ലെങ്കിൽ അത് ഉൾക്കൊണ്ട് അവതരിപ്പിക്കാനുള്ള ആൾക്കാരുകൾ ചിലപ്പോൾ എത്തിപ്പെടാൻ സാധ്യതയില്ല. ഇവിടെയാകുമ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ നിങ്ങൾക്ക് തന്നെ സംസാരിക്കുവാനും പരസ്പരം ആശയങ്ങൾ കൈമാറുവാനും അതിലൂടെ ഹൃദയബന്ധങ്ങൾ, സ്നേഹബന്ധങ്ങൾ ഊട്ടി ഉറപ്പിക്കാനും സാധിക്കും എന്നുള്ളൊരു തിരിച്ചറിവാണ് ഇത്തരം ചെറിയ സമാധാന കമ്മിറ്റികളുടെ രൂപീകരണത്തോടുകൂടി ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. വാർഡ് കൗൺസിലർ അജയകുമാർ നെല്ലിക്കാട്ട് അധ്യക്ഷനായി. ഉണ്ണികൃഷ്ണൻ, KR കൊട്ടൻ, ശ്രീധരൻ കാരാക്കോട്, CDS അംഗം അംബിക, M രാജൻ, കൺവീനർ വിനീത അശോക് തുടങ്ങിയവർ സംസാരിച്ചു. നിർമ്മാണ മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കണമെന്ന ആവശ്യം കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് ഫെഡറേഷൻ CITUവിന്റെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് ഫെഡറേഷൻ CITUവിന്റെ നേതൃത്വത്തിലാണ് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. നിർമ്മാണ മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കുക, നോട്ട് നിരോധന പ്രതിസന്ധിക്ക് പരിഹാരം കാണുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. തുടർന്ന് നടന്ന ധർണ KV കുഞ്ഞിരാമൻ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തിന്റെ പൊതുവായ വികസനത്തെ വേണ്ടത്ര ഗൗരവത്തോടെ കാണാതെ കൈക്കൊള്ളുന്ന ചില വിധി പ്രസ്താവങ്ങൾ നമ്മുടെ നാടിന്റെ പൊതുവായ പുരോഗതിക്ക് വലിയ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത്. അത് പൊതുവികസനവുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, ആ മേഖലകളെ അടിസ്ഥാനമാക്കി നിത്യജീവിതത്തിന് ആവശ്യമായിട്ടുള്ള വരുമാനം ന്യായമായ വഴിയിലൂടെ കണ്ടെത്താൻ ശ്രമിക്കുന്ന തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നങ്ങളാണ് അത് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. M അമ്പൂഞ്ഞി അധ്യക്ഷനായി. P മണിമോഹനൻ, K ബാലകൃഷ്ണൻ, ബാബു വള്ളിയോട്, M രാമൻ, ഗോവിന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു. CPIM ബല്ല ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ചു. നെല്ലിക്കാട്ടെ കേളി കലാകേന്ദ്രം പരിസരത്ത് വെച്ചായിരുന്നു ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ചത്. CPIM ബല്ല ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ചു. പണം പിൻവലിക്കാനുള്ള നിയന്ത്രണങ്ങൾ എടുത്തുകളയണമെന്ന് ജനകീയ കൂട്ടായ്മയിലൂടെ ആവശ്യപ്പെട്ടു. നെല്ലിക്കാട്ട് കേളി കലാകേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ നടന്ന ജനകീയ കൂട്ടായ്മ CPIM ജില്ലാ കമ്മിറ്റി അംഗം K ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. രതീഷ് നെല്ലിക്കാട്ട് അധ്യക്ഷനായി. K നാരായണൻ, KV രാഘവൻ, KV ലക്ഷ്മി, മാധവൻ മാസ്റ്റർ, പപ്പൻ, C ജാനകി, ബല്ലാരാജൻ, N ഗോപി തുടങ്ങിയവർ സംസാരിച്ചു. കേരള ഗവൺമെന്റ് ഫാർമസിസ്റ്റ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം കാഞ്ഞങ്ങാട്ട് നടന്നു. കുന്നുമ്മൽ JCC ഹാളിലാണ് സമ്മേളനം നടന്നത്. കേരള ഗവൺമെന്റ് ഫാർമസിസ്റ്റ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ വാർഷിക സമ്മേളനം കുന്നുമ്മൽ JCC ഹാളിൽ വെച്ചാണ് നടന്നത്. ജീവിതശൈലി രോഗങ്ങൾക്കുള്ള മരുന്ന് യോഗ്യതയുള്ള ഫാർമസിസ്റ്റുകളെ കൊണ്ട് വിതരണം ചെയ്യിക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു. ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ AP ദിനേശ് കുമാർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പലപ്പോഴും ഒരു ഡ്രഗ് സ്റ്റോർ AC ആക്കേണ്ട കാര്യങ്ങളൊക്കെ ഗവൺമെന്റ് ശ്രദ്ധയിലുണ്ട്. അതൊക്കെ നിർബന്ധമായും ചെയ്യണമെന്ന് പറയും. അപ്പൊ കൊടുക്കുന്ന ഡിസ്പെൻസിങ് ആക്കാൻ വേണ്ടിയിട്ട് അതിന് തുല്യമായ കണക്ക് വെച്ച് കൃത്യമായി വെച്ച് ഇതുകൊണ്ടുള്ള ഗുണങ്ങൾ വെച്ച് നിങ്ങൾക്ക് കൂടുതൽ തസ്തിക ക്രിയേറ്റ് ചെയ്യാനുള്ള പ്രൊപ്പോസൽ എല്ലാ ഭാഗത്തും നിൽക്കുക. DMOയുടെ ഭാഗത്തും എന്തായാലും ഉണ്ടാവും. കാരണം നിങ്ങളത് പ്രൊപ്പോസൽ കൊടുത്തിട്ടുണ്ട്. അപ്പം അതിനുള്ള ഒരു സംഘടനാ ശക്തി നിങ്ങൾക്ക് ഉണ്ടാവണം. അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമേ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ, കാരണം ഞാൻ തന്നെ നേരിട്ട് കണ്ട, ഞാൻ ഒരു ഡോക്ടറെ ഒരു രോഗി ചീത്ത വിളിക്കുന്നത് ഞാൻ പുറത്തുനിന്ന് ഏതാനും ദിവസം മുമ്പ് കേട്ടതാണ്. KGPA ജില്ലാ പ്രസിഡന്റ് ജയകുമാരിയമ്മ അധ്യക്ഷയായി. K മുരളീധരൻ, KT സദാനന്ദൻ, അനിത, K അശോകൻ, അഹമ്മദ് ബഷീർ, KM മുരളീധരൻ തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തിരുവനന്തപുരം ലോ അക്കാദമി വിഷയത്തിൽ സർക്കാർ ഒളിച്ചു കളിക്കുകയാണെന്ന് PSP നേതാക്കൾ. സെക്രട്ടേറിയറ്റ് പടിക്കൽ ഉപവാസ സമരം സംഘടിപ്പിക്കുമെന്നും നേതാക്കൾ.
ചൗക്കി ഉളിയത്തടക്ക റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന ആവശ്യം മുസ്ലിം ലീഗ് ചൗക്കി സമിതി PWD ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ സംഘടിപ്പിക്കുന്ന ദക്ഷിണേന്ത്യൻ സാംസ്കാരികോത്സവം കാസർഗോഡ്. ഫെബ്രുവരി 9-ന് കാസർഗോഡ് ടൗൺ ഹാളിൽ പരിപാടിക്ക് തുടക്കമാകും. പൈപ്പ് ലൈൻ സ്ഥാപിക്കാൻ റോഡ് പൊളിച്ചിട്ട് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും നന്നാക്കിയില്ല. കുമ്പള വാട്ടർ അതോറിറ്റി ഓഫീസിന് മുന്നിൽ ശക്തമായ സമരം സംഘടിപ്പിക്കുമെന്ന് മുന്നറിയിപ്പുമായി നാട്ടുകാർ. വിദ്യാലയ ആരോഗ്യ പദ്ധതിയുമായി സംസ്ഥാന ഹോമിയോ വകുപ്പ്. ഒപ്പിലിക്കൈ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പദ്ധതിക്ക് തുടക്കമായി. വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.